ഓ ഷെമീലോ ഫുള്ള് സിറ്റൗട്ടിലൊക്കെ വെള്ളം മഴ ചാറിയിട്ടേ നോക്ക് അതൊക്കെ ഒന്ന് തുടച്ചു വിടും. പിന്നെ എന്താ എനിക്ക് തുടച്ചെന്താ കുഴപ്പം? പിന്നെ പെണ്ണുങ്ങൾ ചെയ്യുന്ന പണി ആണുങ്ങൾ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞിട്ട് പണിക്ക് ഓരോ മാറ്റി വെച്ചിരിക്കുക. എങ്ങനെ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഏത് പണി കണ്ടാലും ചെയ്യാം. ഇന്ന പണി പെണ്ണുങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ, ഇന്ന പണി ആണുങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേകിച്ച് എവിടെയും പറഞ്ഞു വെച്ചിട്ടൊന്നുമില്ല. ഇതവിടെ ഇരിക്കും, എനിക്ക് നേരത്തെ കുറച്ച് കാര്യം പറയാൻ ഇരിക്കും. ഇതേ ആരാ പറഞ്ഞെന്ന് ഈ പെണ്ണുങ്ങൾക്കൊരു പണിയെന്ന് ആണുങ്ങൾക്കൊരു പണിയെന്ന് എന്നൊക്കെ സ്കൂളിൽ പഠിക്കണ്ട? പിന്നെന്താ നീ പറഞ്ഞത്? എവിടെന്നാ അത് പഠിച്ചത്? അതന്നെ, അത് എവിടെന്നാ കണ്ടുപിടിച്ചതല്ലേ? അപ്പൊ ആ സമൂഹം ഒരുപാട് മാറാനുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. കേൾക്കണ്ട? പെണ്ണുങ്ങൾക്ക് ഇന്ന പണി ആണുങ്ങൾക്ക് ഇന്ന പണി എന്നൊന്നും ഇല്ല സ്വത്ത്. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്. എന്താ എല്ലാവരും അങ്ങനെ ചെയ്തോട്ടെ, പക്ഷെ നമ്മൾ ഓരോരുത്തരും മാറുന്നതിലൂടെയാണ് കുടുംബത്തിലൊരു മാറ്റം ഉണ്ടാവുള്ളൂ. പെണ്ണുങ്ങൾക്ക് പണി പറഞ്ഞപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടൊന്നുമില്ല പെണ്ണുങ്ങൾക്ക് ഒരു പണിയാണ്. കണ്ട പണി ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ജസ്റ്റ് വീട്ടിലത്തെ ഈ ഭാഗം ഒന്ന് തുടച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കൈയറ്റു പോകുന്നില്ലല്ലോ. എല്ലാ പണിയും ഹസ്ബൻഡിനാണെങ്കിലും ശരി, മക്കൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും ശരി, വീട്ടിൽ ഉമ്മമാരെ അല്ലെങ്കിൽ വീട്ടുകാരെ ആരോ ആയിക്കോട്ടെ, വീട്ടുകാരെ ഹെൽപ്പ് ചെയ്യുന്നത് അത്രയ്ക്കും മടിയുള്ള കാര്യമൊന്നുമല്ല. ഇനിയുള്ള കാലത്ത് നല്ല എന്നോ മാറേണ്ടതാണ്. പക്ഷെ അത് മാറാതെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കുക. ആണുങ്ങൾ ഇന്നതേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഇങ്ങനെ അടുക്കളപ്പണി പെണ്ണുങ്ങൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെ. അങ്ങനെയൊന്നുമില്ല. കണ്ട പണികൾ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. മനസ്സിലാവുന്നുണ്ടാ? അങ്ങനെയാണ് കുട്ടികൾ വേണ്ടത്. ഉമ്മമാരോട് നന്നായിട്ട് സ്നേഹവും അതും ഒക്കെ ഉള്ളവർ, അത് ഭർത്താക്കന്മാരായിക്കോട്ടെ, ഭാര്യമാരോട് സ്നേഹവും ഇതൊക്കെ ഉള്ള ഭർത്താക്കന്മാരായിക്കോട്ടെ, അതേപോലെ തന്നെ നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് അവരവരുടെ ഭാര്യമാർ അല്ലെങ്കിൽ ഉമ്മമാർ നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് ഇരിക്കണം എന്നുള്ള ചിന്തയും ആഗ്രഹങ്ങളും ഉള്ളവരുണ്ടല്ലോ. അവരൊരിക്കലും എന്ത് ചെയ്യില്ല, ഇങ്ങനെ എല്ലാ പണിയും വീട്ടിലത്തെ പണി ഉമ്മമാർക്ക് അടിച്ചേൽപ്പിച്ച് കൊടുത്തിട്ടൊന്നും പോകുന്നില്ല. വീട്ടിലുള്ള അവരൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യും. എന്തിനിപ്പോൾ നിൻ്റെ ഷൂവിൻ്റെ സോക്സ് തിരയണം, ഉമ്മ സോക്സ് അവിടെ വിളിക്കണ്ട, നിങ്ങളുടെ സോക്സ് അവിടെ ഉണ്ടാവും, അത് നിങ്ങൾ പോയിട്ട് എടുക്കുക. ടിഫൻ ബോക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് ബാഗിലാക്കി വെക്കുക. ആണുങ്ങളാണെങ്കിലും ജോലിക്ക് പോകുന്ന സമയത്ത് കാലത്ത് ചില കണ്ടിട്ട് വീട്ടിലുള്ളവർ പെട്ടൊക്കെയാണ് സ്കൂളിലേക്ക് പോകാനും ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പോഴേക്കും ആവാൻ വേണ്ടിയിട്ട് ഇത്തിരി ഒന്ന് നേരം വൈകിയിട്ടുണ്ടെങ്കിൽ നിനക്കെത്തവിടെ മലമറിക്കുന്ന പണി ഉണ്ട്. പെണ്ണുങ്ങൾക്കും വീട്ടിൽ ആവശ്യത്തിൽ കൂടുതലുള്ള പണിയുണ്ട് അല്ലേ? അല്ലാതെ വെറുതെ സപ്രമഞ്ചക്കട്ടിലിരുന്നിട്ട് ഇങ്ങനെ ആടെയും കൊണ്ട് പെണ്ണുങ്ങൾ ഇരിക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. ഈ ഇടയ്ക്ക് ഞാനൊരു വീട്ടിലെ ഒരു പരിപാടിക്ക് പോയി. ഈ ഇടയിൽ നീ വന്നില്ല, എനിക്ക് സ്കൂളില്ലേ, ഞാൻ പോണടത്തേക്കൊക്കെ പോവാ. ഒരു ചെറിയൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടുത്തെ ആ താത്ത ഒരു 10-25 പേരുടെ പരിപാടി കേട്ടാ. അപ്പോൾ ആ താത്ത അവിടെ എന്താ പറയുക, ചത്തു പണി ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളവരുണ്ട്. അപ്പോൾ ഈ ചായ വെക്കുന്നവർക്ക് പഞ്ചസാര ഇട്ടിട്ട് ഒരു ചായ, പഞ്ചസാര ഇടാതെ ഒരു ചായ, ശരി, ഇതെല്ലാം വെച്ച് റെഡിയാക്കിയിട്ട് അവർക്ക് കൊണ്ട് കൊടുത്തു. ഈ കൊടുക്കണത്തിൻ്റെ ഇടയിൽ അതിൽ ഈ താത്താൻ്റെ തന്നെ ഭർത്താവ് ചായ കുടിച്ച് നോക്കിയിട്ട് അത്ര ആളുകളുടെ ഇടയിൽ എന്ത് ചായ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്, ഇതൊരു ചായയാണ്, പാലുമില്ല പഞ്ചസാര ഇല്ല എന്ന് പറഞ്ഞിട്ട് അത്ര ആളുകളുടെ ഇടയിലാണ് അത് പറഞ്ഞത്. പക്ഷേ പുറമേ കാണുമ്പോൾ എന്തൊരു സ്നേഹമുള്ള ഭർത്താവ് അല്ലേ. പക്ഷേ ഈ സ്നേഹമൊക്കെ വെറുതെ ആരും ഇല്ലാത്ത സമയത്ത് കാണിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ കുട്ടികൾ ഇത്രയും സഭയിൽ ഇത്രയും ആളുകൾ കൂടുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കുറവ് ആ ചായയിലുണ്ടാവും. അതെന്ത് ചെയ്യണം ഇല്ലേ? ഒരു ചെറിയൊരു കുറവുണ്ടെങ്കിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അല്ലാതെ ഇത്രയും ആളുകളുടെ മുമ്പിൽ ഇതാക്കിയപ്പോൾ ആ താത്താക്ക് എന്തോരം സങ്കടമില്ല, ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയുള്ള ആണുങ്ങളുണ്ട്. ഭാര്യമാരെ അടിമയെ കാണുന്ന എത്ര പേരുണ്ടെന്ന് അറിയോ? അവർക്ക് തന്നെ വീട്ടിലത്തെ പണികളൊക്കെ അത് എന്തുകൊണ്ടാണെന്നറിയോ അങ്ങനെ വരുന്നത്? ചെറുതിലിപ്പോൾ നിന്നെ പോലുള്ള ഈ കാലഘട്ടത്തിൽ ഒന്നും ചെയ്യിക്കാതെ ആണുങ്ങൾ ഇങ്ങനെ ആൺകുട്ടിയൊന്നും ഒന്നും ചെയ്യേണ്ട, അതേ ചെയ്യാൻ പറ്റും, അങ്ങനെ വളർത്തുന്ന ശീലം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. പെണ്ണുങ്ങൾക്കും മനസ്സും അതുപോലെ തന്നെ ശരീരത്തിന് വയ്യായികയും മാനസികമായിട്ട് വയ്യായികയും എല്ലാം ഉണ്ടാവും. അവൾക്ക് ആഗ്രഹങ്ങളും ഉണ്ടാവും അല്ലേ? ഒന്നൊന്ന് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടെങ്കിൽ എന്ത് എന്നുള്ളൊരു ചിന്ത അവർക്ക് ഉണ്ടാവില്ലേ? അതൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് അവർക്ക് കൊടുക്കണം. ഭർത്താക്കന്മാരാണെങ്കിലും മക്കളാണെങ്കിലും പെണ്ണുങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കണം, വീട്ടിലുള്ളവർക്ക് കൊടുക്കണം. അപ്പോഴാണ് അത് ഹാപ്പി ആയിട്ട് ആ ഒരു ഇത് പോവുള്ളൂ. പണ്ട് പഠിക്കുന്ന സമയത്തും അത് ചെയ്യുന്ന സമയത്തും ഇത് ചെയ്യുന്ന സമയത്തൊക്കെ ആണുങ്ങൾ അങ്ങനെ ഇതാക്കുന്നതാണ് നല്ലത്, വീട്ടിലത്തെ പണികൾ ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങൾ പഠിച്ചു വന്നു. പണ്ടത്തെ കാര്യം അല്ലേ? കാട്ടിൽ ബുക്കിലുണ്ട്. കാട്ടിൽ പെൺസിംഹവും ഉണ്ട് ആൺസിംഹവും ഉണ്ട്. പണ്ട് കാലത്ത് പെൺസിംഹമാണ് എന്ത് ചെയ്യുക, വേട്ടയാടാൻ പോയിട്ട് വേട്ടയാടി കൊണ്ടുവരിക.
ആൺസിംഹങ്ങൾ വീട്ടിലിരുന്ന് കുട്ടികളെ നോക്കിയിട്ട് വീട്ടിലിരിക്കും. ഇതൊന്നും കാണാനില്ലല്ലോ, ഇതൊന്നും പറച്ചിൽ കേൾക്കാനില്ലല്ലോ. എവിടെയും ആൺസിംഹങ്ങൾക്ക് മാത്രം അല്ലെങ്കിൽ ആണുങ്ങൾക്ക് മാത്രം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ജിമിലോ. ഇനിയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, മാറണം. വീട്ടിലത്തെ പണികൾ അവരോട് കഴിച്ച ഭക്ഷണം പാത്രങ്ങൾ കഴുകി വെക്കുക, അത്രയുള്ള കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ഉമ്മമാരെ അടുക്കളയിൽ ഇതാക്കുന്ന സമയത്ത് ഫോണും നോക്കിയിട്ട് സെറ്റിയിലും അവിടെ ഇവിടെയും പോയി ഇരിക്കാതെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് ജസ്റ്റ് ഒന്ന് കുശലം ചോദിക്കുക. ഉമ്മ എന്താണെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്, അപ്പം ഇന്നതാണ്, ഞാൻ വല്ല ഹെൽപ്പ് ചെയ്യണോ, ഇതാക്കുക. ഇനിയിപ്പോൾ ചിലപ്പോൾ ഉണ്ട് ദേഷ്യം വന്നിട്ടായിരിക്കും പറയുക അല്ലേ, ഹെൽപ്പ് ചെയ്യണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണ്ട കടന്ന് പൊക്കോ ഇവിടുന്ന്, ഒന്നൊക്കെ പോകണ്ട അവിടുന്ന് എന്നൊക്കെ ചില ഉമ്മമാർ പറയും അല്ലേ. ഞാനും ചിലപ്പോൾ പറയാറില്ലേ. അത് പറയാറുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടില്ല. അപ്പം തന്നെ നിങ്ങൾ ചോദിക്കണം ഉമ്മാക്ക് എന്തോ ഒരു സങ്കടം ഉണ്ടല്ലോ, എന്താ സങ്കടം, ആ സങ്കടം കൊണ്ടാണ് അവർ ആ ദേഷ്യം കാണിക്കുന്നത്. അല്ലാതെ നിങ്ങളോട് ദേഷ്യം യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല, അവരുടെ സങ്കടം കൊണ്ട്. അപ്പം നേരെ മറിച്ച് ഉമ്മാക്ക് എന്തോ ഒരു വിഷമം ഉണ്ടല്ലോ, എന്താ വിഷമം എന്നൊന്ന് പറഞ്ഞ്. എപ്പോഴെങ്കിലും ഉമ്മമാരുടെ കാര്യങ്ങൾ മക്കളാണെങ്കിലും ആരാണെങ്കിലും ചോദിക്കുന്നവർ വളരെ കുറവായിരിക്കും. അപ്പോൾ ഫോൺ നോട്ടമൊക്കെ ഒന്ന് കുറയ്ക്കുക, മാക്സിമം കുറച്ച് ഉമ്മമാരുടെ കൂടെ പോയിരുന്ന് അവരോട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കുറേ സമയം അവരോട് സ്പെൻഡ് ചെയ്ത് അങ്ങനെയൊക്കെ ആണ്. അപ്പോഴാണ് ആ വീട്ടിലിരിക്കുന്ന ഉമ്മമാർക്ക് ഭയങ്കര മനസ്സിന് നല്ല ഹാപ്പിയും സന്തോഷം ഉണ്ടാവുക. ആ സന്തോഷം ഉണ്ടാകുമ്പോൾ നിങ്ങളോട് എന്നും നല്ല സ്നേഹത്തിൽ തന്നെ അവർ എന്ത് ചെയ്യുള്ളൂ, പെരുമാറുള്ളൂ. ഇപ്പോൾ ഭർത്താക്കന്മാരാണെങ്കിൽ ശരി, വന്ന പാടെ തന്നെ അവരുടെ ചൂടാകും. എന്തിനാ ദേഷ്യപ്പെടുന്നത്, എന്തിനീ ഭാര്യമാരോട് എന്തിനാ ദേഷ്യം കാണിച്ചിട്ട്. അവർ ആണുങ്ങളാണ് എന്നുള്ളത്, പെണ്ണുങ്ങൾക്കും ദേഷ്യം കാണിക്കാനൊക്കെ അറിയാം, പക്ഷെ പെണ്ണിനെ അടിമ പോലെ ആക്കി വെച്ചു, അതാണ് സത്യം. അപ്പം ഇനി മുതൽ എൻ്റെ കുട്ടി എന്ത് ചെയ്യണം, കണ്ട പണികളിൽ സഹായിക്കണം. നീ ഇപ്പം സഹായിച്ചാലാണ് ഈ ഒരു മെൻറ്റാലിറ്റി നിനക്ക് വലുതായിട്ടും വരുള്ളൂ. അപ്പോൾ നിനക്കൊരു കുടുംബമൊക്കെ ആകുമ്പോൾ ആ കുട്ടിയെ നിനക്ക് എന്ത് ചെയ്യാൻ തോന്നും, സഹായിക്കാനായി തോന്നുമല്ല, ആ ഒരു ശീലം ഉണ്ടാവും. മനസ്സിലായ? അപ്പോൾ വീട്ടിലത്തെ പണികളൊക്കെ പറ്റാവുന്ന പണികളൊക്കെ രണ്ടുപേരും കൂടി ചെയ്യുമ്പോൾ എന്തൊരു ഹാപ്പി കുടുംബമായിരിക്കും നോക്ക്. ശരിയല്ലേ? അങ്ങനെ വേണം കേട്ടോ. കണ്ട പണികൾ നമ്മൾ എന്ത് ചെയ്യണം. അതിനൊന്നും മറ്റുള്ളവർ കാണില്ല, അങ്ങനത്തെ ഉള്ളൊരു മോശം കാര്യമൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, വിചാരിക്കാൻ പറ്റില്ല. ഓക്കെ, ശരിയല്ലേ?